ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യ പോയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മലേഷ്യത്തെ ക്ലൈമറ്റ്, അതുപോലെ തന്നെ മലേഷ്യത്തെ ഫുഡും അവിടുത്തെ ഒരു എല്ലാം കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പൊതുവേ എല്ലാവരും മലേഷ്യയിലേക്ക് എങ്ങനെയാണെന്ന് കൊണ്ടുപോകല്. ഒന്നെങ്കിൽ കുലാലംപൂർ മാത്രം സ്ഥലത്ത് കുറച്ച് സ്ഥലങ്ങൾ മാത്രം കാണിക്കും, അല്ലെങ്കിൽ ആ ടവർ മാത്രം കാണിക്കും. ഓക്കെ, മലേഷ്യൻ്റെ പച്ചപ്പ്, മലേഷ്യൻ്റെ ആ പ്രകൃതി മൊഞ്ച്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വന്നൂടെ മലേഷ്യയിലേക്ക്? അപ്പോൾ ഞാൻ പോയി അവിടെ നിന്ന് നേരെ ഒരു റൂമിലേക്ക് എത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സീനറി ഉള്ള ഒരു റൂം തന്നെയാണ് കിട്ടിയത്. കൊലലംപൂരിലെ മെയിൻ ടൗണിൽ തന്നെയാണ് നമുക്ക് കിട്ടിയ റൂം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക. കടക്കാനൊന്നും നിന്നിട്ടില്ല, നേരെ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫോളോവേഴ്സിലും ഉള്ള ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നില്ല. നിങ്ങൾ വീഡിയോസ് മാത്രം കണ്ടാൽ പോരാ, ഇതുപോലത്തെ സ്ഥലത്തേക്ക് വരണം. അതായത് 4 ഡേയ്സ് നിങ്ങൾക്ക് മലേഷ്യ മൊത്തത്തിൽ പോയിട്ട് വരാനുള്ള, കറങ്ങാനുള്ള, അതും മലേഷ്യയിൽ കൊലലംപൂരിൽ നിന്ന് ഒരു 400 കിലോമീറ്റർ നേരിൽ പിനാങ്ങി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഐലൻഡ് ഉണ്ട്. അവിടെയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൊത്തം അറിയണമെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. വാട്സപ്പിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വരാം. കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും ആർക്കും വേണമെങ്കിലും വരാം. ഏത് സ്ട്രേഞ്ചേഴ്സ് ഓൾവേസ് വെൽക്കം. എല്ലാവർക്കും നമുക്ക് അജ്മൽ മാലി, അതായത് എൻ്റെ കൂടെ നമുക്കൊരു ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് പൊട്ടിപ്പൊടിയാക്കിയിട്ട് വരാം. മലേഷ്യ ട്രിപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം.